നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു 100 സ്വലാത്ത് ചൊല്ലിയിരിക്കും എന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ പേരിൽ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതിനൊരു 10 മിനിറ്റ് വേണ്ട. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ 24 മണിക്കൂറിനുള്ളിൽ ഒരു 10 മിനിറ്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്തിന് നീക്കിവെക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്, ഇൽമില്ലാത്തവരാണ്. ഞങ്ങൾക്ക് സർവ്വ നന്മകൾക്കും തൗഫീഖ് തരണം അല്ലാഹ്. മദ്രസകൾ ആരംഭിക്കുന്ന സമയമാണ്. നിർബന്ധമായും കുട്ടികളെ മദ്രസയിൽ കൃത്യമായി പറഞ്ഞേച്ച് നന്നായി ഇൽമ് പഠിപ്പിക്കണം. ദർസുകളും കോളേജുകളും തുടങ്ങുന്ന സമയമാണ്. കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം ആലിമീങ്ങളെ വെച്ച് ദർസ് തുടങ്ങണം. അതേ മുദരിസുമാരെ വെച്ച് ദർസ് തുടങ്ങണം. മുമ്പൊരു കാലത്തൊരു ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരു പള്ളിയിൽ ദർസില്ലെങ്കിൽ, ഒരു നല്ല ആലിമില്ലെങ്കിൽ, അതേ ഡോക്ടറില്ലാത്ത ആശുപത്രി പോലെയാണ്. അപ്പോൾ പള്ളികളിൽ അതുപോലെ ദീനീ സ്ഥാപനങ്ങളിൽ ഇൽമു പഠിക്കുന്ന വേദികൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഫലം പറയട്ടെ, അത് നിങ്ങൾ കാണുന്നത് തന്നെ ആണ്. എന്റെ നാട്ടിൽ ദർസില്ലായിരുന്നു കുറേ കാലം. ഒരു പണ്ഡിതൻ വന്ന് 10 ദിവസം വഅദ് പറഞ്ഞു. ആ വഅദിൽ അദ്ദേഹം ദർസ് തുടങ്ങണമെന്ന് ഊന്നി പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അവിടെ ഒരു ദർസ് തുടങ്ങി. ആ ദർസിൽ എന്റെ ബാപ്പ എന്നെ കൊണ്ടുപോയി ചേർത്തു. അവിടുന്ന് മീസാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഇവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയത്. ആ ദർസ് എന്റെ നാട്ടിൽ തുടങ്ങിയതാണതിന്റെ കാരണം. അല്ലാഹു ആ പണ്ഡിതനും അന്നത് നേതൃത്വം കൊടുക്കാൻ മുന്നിലുണ്ടായിരുന്ന അഹമ്മദ് ഹാജി എന്ന ഞങ്ങളെ നാട്ടിലെ കാരണവർക്കും അതെന്റെ വല്യപ്പയുടെ മരുമകനാണ്. അദ്ദേഹത്തിനും അതുപോലെ ദർസുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും, എന്നെ ദർസിൽ പറഞ്ഞേച്ച എന്റെ പ്രിയപ്പെട്ട ബാപ്പക്കും അതിനനുകൂലിച്ച ഉമ്മക്കും എല്ലാവർക്കും അവരെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്.